എല്ലാവർക്കും നമസ്കാരം. 9ാം ക്ലാസ് പാഠപുസ്തകത്തിൽ അടിയന്തരാവസ്ഥ ഉൾപ്പെടുത്തി NCERT. അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട പ്രവർത്തനങ്ങൾ ഭാവി തലമുറ അറിയണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഈ അടുത്ത കാലത്തായി ധർമ്മേന്ദ്ര പ്രധാൻ ഇങ്ങനെയുള്ള കുറച്ച് പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുണ്ട്. കഴിഞ്ഞിടെ നിങ്ങൾ കണ്ടു കാണും. നമ്മൾക്ക് വളരെയധികം നമ്മൾ കേട്ടു പരിചയമുള്ള LKG റൈംസാണ്. റെയിൻ റെയിൻ ഗോ അവേ റൈംസ്, ജോണി ജോണി യെസ് പപ്പ ഈ റൈംസ് ഇതൊക്കെ നിർത്തലാക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഈ ന്യൂസൊക്കെ വായിച്ചപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കഴിഞ്ഞ ഇടെ നമുക്കിവിടെ നീറ്റ് എക്സാം നടന്നു. എങ്ങനെയാണ് എക്സാം നടന്നത്? നമ്മളെല്ലാവരും കണ്ടതാണ്. ആ നീറ്റ് എക്സാമിൻ്റെ പേരിൽ എത്രയോ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. എത്രയോ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ കണ്ണീർ കടലിൽ ആണ്ടുപോയി. എത്രയോ കുട്ടികളുടെ ഭാവി ഇരുണ്ടുപോയി. അവരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞുപോയി. ഇതൊന്നും ഈ മന്ത്രിക്ക് അറിയണ്ടേ? ഇതൊക്കെ അദ്ദേഹം അന്വേഷിക്കുന്നുണ്ടോ? മര്യാദയ്ക്ക് ഒരു നീറ്റ് എക്സാം പോലും നടത്താൻ സാധിക്കാത്ത മന്ത്രി 50 വർഷം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥ കുട്ടികൾ പഠിക്കണം, അത് പഠിച്ച് അവർ മനസ്സിലാക്കണം എന്ന് പറയുന്നതിനോട് എന്ത് യോജിപ്പാണുള്ളത്? ഒരു അടിയന്തരാവസ്ഥ എന്താണ്? അതൊരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എല്ലാ കുട്ടികളും പഠിക്കണം. അതെല്ലാ ഹിസ്റ്ററി പുസ്തകത്തിൽ അത് ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പോൾ എന്താണോ NCERT ഇതിനകത്ത് പ്രത്യേകിച്ച് എഴുതി ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഒരു 6 വർഷം മുമ്പ് വരെ ഞാനത് പഠിപ്പിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇനി എന്താണാവോ അതിനകത്ത് പ്രത്യേകിച്ച് ആഡ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് എനിക്കറിയില്ല. മന്ത്രിക്കറിയാമോ ഒരു എമർജൻസി എപ്പോഴാണ് ഡിക്ലെയർ ചെയ്യുന്നതെന്ന്? അത് ഡിക്ലെയർ ചെയ്യാനുള്ള കാരണങ്ങൾ എന്താണെന്ന്? അത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റി ഒരു രാജ്യം എന്തായി മാറും? ആ രാജ്യത്തെ പൗരന്മാർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ കുറേയുണ്ട്. അതെന്തൊക്കെയാണെന്ന് മന്ത്രിക്ക് അറിയാമോ? അതൊക്കെ കുട്ടികളെ പഠിപ്പിക്കേണ്ട കാര്യമുണ്ട്. അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വരികയും ചെയ്യണം. പക്ഷേ ഒരു സ്വന്തം ചെയ്യേണ്ടതായ ഒരു ഉത്തരവാദിത്വം പോലും ചെയ്യാത്ത ഒരു മന്ത്രി 50 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം വളരെ കാര്യമായിട്ട് പൊക്കി പിടിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളുമായിട്ട് കുറച്ച് ഹിസ്റ്ററീസ് ഷെയർ ചെയ്യാം. ഈ എമർജൻസി എന്താണെന്ന് അറിയണ്ടേ? അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്ന കാരണങ്ങൾ എന്താണെന്ന് അറിയണ്ടേ? ഞാൻ ഹിസ്റ്ററി പറയുവാണെന്ന് ആരും ധരിക്കരുത്. ഹിസ്റ്ററി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്കൊക്കെ മാറിപ്പോകാം കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വിവാദപൂർണമായ വർഷങ്ങളായിരുന്നു അടിയന്തരാവസ്ഥ. അതിൻ്റെ പശ്ചാത്തലം ഇന്ദിരയുടെ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി 1971 നടന്ന തെരഞ്ഞെടുപ്പിൽ പരക്കെ തെരഞ്ഞെടുപ്പ് കൃത്രിമം കാട്ടിയെന്ന് ഇന്ദിരയുടെ എതിരാളികൾ ആരോപിച്ചു. ഗാന്ധിയൻ സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണനായിരുന്നു ഏറ്റവും വലിയ എതിരാളി. നാരായണനും അദ്ദേഹത്തിൻ്റെ അനുയായികളും സമ്പൂർണ്ണ വിപ്ലവത്തിനായി ഇറങ്ങിത്തിരിച്ചു. ഇന്ത്യയിൽ അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തെ മാറ്റിമറിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹം വിദ്യാർത്ഥികളെയും കർഷകരെയും തൊഴിലാളി സംഘടനകളെയും ഒരുമിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു. ഇങ്ങനെ അദ്ദേഹം ഇന്ത്യയുടെ എല്ലായിടത്തും തന്നെ അദ്ദേഹം പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് ഇന്ദിരാഗാന്ധിയോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രാജ്നാരായണൻ തെരഞ്ഞെടുപ്പ് കൃത്രിമം, സർക്കാർ വസ്തുവകകൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉപയോഗിക്കൽ എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഇന്ദിരയ്ക്കെതിരായി അലഹബാദ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. 1975 ജൂൺ 12 ജസ്റ്റിസ് ജയൻ മോഹൻ ലാൽ സിൻഹ ഇന്ദിരാഗാന്ധിയെ ഭരണകൂടത്തിൻ്റെ വസ്തുവകകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വിനിയോഗിച്ചു എന്ന കുറ്റത്തിന് കുറ്റക്കാരിയായി വിധിച്ചു. ഇന്ദിരയുടെ തിരഞ്ഞെടുപ്പ് വിധി കോടതി റദ്ദാക്കി. ലോക്സഭാ സീറ്റ് റദ്ദാക്കി. അടുത്ത 6 വർഷത്തേക്ക് ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി മത്സരിക്കുന്നതിൽ നിന്നും കോടതി വിലക്കി. എങ്കിലും വോട്ടർമാർക്ക് കൈക്കൂലി കൊടുത്തു, ഇലക്ഷൻ തിരിമറി തുടങ്ങിയ ഗൗരവമേറിയ കുറ്റാരോപണങ്ങളെല്ലാം കോടതി തള്ളി. അവിടെ കോടതി കണ്ടുപിടിച്ച കുറ്റങ്ങൾ: സംസ്ഥാന പോലീസ് ഇലക്ഷൻ വേദികൾ നിർമ്മിച്ചു, സംസ്ഥാന വൈദ്യുതി വകുപ്പിൽ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വൈദ്യുതി ഉപയോഗിച്ചു, പ്രസംഗവേദി വളരെ ഉയർന്നതായിരുന്നു തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഇന്ദിരാഗാന്ധിയെ കോടതി ശിക്ഷിച്ചത്. എന്നാൽ
ജയപ്രകാശ് നാരായണനും മൊറാർജി ദേശായി ഇങ്ങനെയുള്ള കുറേ പ്രമുഖ നേതാക്കൾ എല്ലാവരും കൂടി ആ സമയത്ത് തൊഴിൽ ട്രേഡ് യൂണിയനുകൾ, വിദ്യാർത്ഥി സംഘടനകൾ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംഘടനകൾ തുടങ്ങിയവരുടെ എല്ലാം സമരങ്ങൾ രാജ്യമെമ്പാടും വ്യാപിച്ചു. അതിന് നേതൃത്വം വഹിച്ചവരെല്ലാം മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായണൻ എന്നിവരായിരുന്നു. ഈ സമയത്ത് ഇങ്ങനെ എല്ലായിടത്തും ഇന്ത്യ മൊത്തം പ്രക്ഷോഭങ്ങൾ നിറഞ്ഞു, വീഥികൾ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെയെല്ലാം വന്ന സമയത്ത് ഇന്ദിരാഗാന്ധിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പ്രക്ഷോഭങ്ങളെ ഒതുക്കാൻ പറ്റിയില്ല, അടിച്ചമർത്താൻ പറ്റിയില്ല. ഈ സമയത്ത് ഇന്ദിരാഗാന്ധിയുടെ ഉപദേശമനുസരിച്ച് ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ബക്രുദ്ദീൻ അലി അഹമ്മദ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ദിരയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ജനാധിപത്യത്തെ നിശ്ചലാവസ്ഥയിൽ കൊണ്ടുവന്നു. ഈ സമയത്ത് പ്രധാനപ്പെട്ട ഈ അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരെയും ജയിലിലടച്ചു. ജയപ്രകാശ് നാരായണൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്, അടൽ ബിഹാരി വാജ്പേയി, അങ്ങനെയുള്ള പ്രമുഖ എല്ലാ നേതാക്കളെയും ജയിലിലടച്ചു. ജയിലിൽ നമുക്കറിയാം, ഒരു ജയിലിലേക്ക് ചെന്ന് പെട്ടാലുള്ള അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എല്ലാം നടന്നിട്ടുണ്ട്. അവിടെ നേതാക്കളും ധാരാളം അണികളും അറസ്റ്റ് ചെയ്യപ്പെട്ടു, പലരും മാരകമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ വളരെയധികം ഒരു സിറ്റുവേഷനിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇന്ത്യ ആ സമയത്ത് കടന്നുപോയിക്കൊണ്ടിരുന്നത്. പിന്നീട് ആ സമയത്ത് സുപ്രീം കോർട്ട് ഇതിലൊരു വിധി നടത്തിയിരുന്നു. ഇന്ത്യക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്താം. ഭരണഘടനയുടെ മൂലക്കല്ലുകൾ, അതിൻ്റെ അടിസ്ഥാന ഘടന ഇന്ത്യൻ പാർലമെൻറ്റിന് തിരുത്താൻ പാടില്ല എന്നായിരുന്നു സുപ്രീം കോടതി വിധി. പിന്നീട് 1977 ആയപ്പോഴേക്കും ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇന്ത്യയിൽ സംജാതമായി. വീണ്ടും ഇലക്ഷൻ നടന്നു. ഈ ജയിലിലടച്ചിരുന്ന നേതാക്കളെയെല്ലാം റിലീസ് ചെയ്തു. വീണ്ടും ഇലക്ഷൻ നടന്നു. ഒരു കൊയലീഷൻ ഗവൺമെൻറ് ഇന്ത്യയിൽ വന്നു. ആ സമയത്താണ് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിട്ട് വരുന്നത്. ഞങ്ങളൊക്കെ 3ലും 4ലും 5ലും പഠിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ഞാനതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. അത് ഈ സമയത്ത് നമ്മുടെ പല ഫണ്ടമെൻ്റൽ റൈറ്റ്സും സസ്പെൻഡ് ചെയ്യും. അതെല്ലാം ഇതിനോടനുബന്ധിച്ച് വരുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനിതിനെ വേറെ തെറ്റായ രീതിയിലൊന്നുമല്ല പറയുന്നത്. 50 വർഷം മുമ്പ് നടന്ന ഒരു കാര്യം ചൂണ്ടിക്കാട്ടി അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ വന്നത്. ഇതെന്നാണ് 1975 ജൂൺ 26 ഇന്ന് ജൂൺ 26 എമർജൻസി ഡിക്ലെയർ ചെയ്തത്. പിന്നെ 1977 മാർച്ച് 23 അത് നിർത്തലാക്കുകയും ചെയ്തു. നിർത്തലാക്കി. അപ്പം അന്ന് നടന്ന ഒരു കാര്യം പറഞ്ഞ് ഇന്നത്തെ കുട്ടികളെ പഠിപ്പിച്ച് എന്തോ വലിയ സംഭവമാക്കി മാറ്റുക എന്ന മന്ത്രിയുടെ ഒരു ദുരുദ്ദേശത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ചരിത്രമൊന്നും പഠിക്കണ്ട. ഒരു ചരിത്രം പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അറിയാം. ഒരു കുട്ടികൾ പോലും അത് ക്ലാസ്സിൽ അത്രയും കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ അതിനോടൊരു ഇഷ്ടത്തോടു കൂടി അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും കേൾക്കുന്നവർ. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അന്നത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. മന്ത്രി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ കുട്ടികളുടെ ആവശ്യം എന്താണെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ട് ആ കുട്ടികൾക്ക് ആവശ്യമുള്ളത് എന്താണോ അത് താങ്കൾ കൊടുക്കുവാൻ ശ്രമിക്കുക. താങ്ക് യു.